നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ് ഐഡിയയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്സ് കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു ഫെവിബോണ്ടാണ് ഞാൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങളിനി എപ്പോഴെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഫെവിബോണ്ട് വാങ്ങിക്കുക. കാരണം ഇത് അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ ഒരു ഫെവിബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഫെവിക്വിക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കയ്യിൽ വല്ലതും പറ്റുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലത്തെ ഉള്ള ഒരു പ്രശ്നങ്ങളും ഈ ഒരു ഗമ്മിനില്ല. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്റ്റിക്കാണ്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഈർക്കിലെടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് നമ്മുടെ ഫ്രെയിമിൻ്റെ ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓരോ കാര്യങ്ങളും പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ജസ്റ്റ് 2-3 മിനിറ്റ്സ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റായി. ഇതുപോലെ 2 ഫ്രെയിംസ് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ടോട്ടൽ 3 ഫ്രെയിംസ്. ഇനി ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറിൽ ചെറിയൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഹാർട്ടിനുള്ളിൽ കുറച്ച് ഹാർട്ട്സും കൂടി ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കളർ ചെയ്ത് ഈ ഒരു ലുക്കിലാക്കി എടുക്കാം. ഇനി നമ്മുടെ ഫ്രെയിമിലെ ആ ഒരു സ്റ്റിക്കിൻ്റെ നടുക്കായിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഫ്രെയിമിന് വേണ്ടി ഞാൻ ഡിഫറെൻറ്റ് സൈസിലെ 3 ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഹാർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഈ 2 ഹാർട്ട്സ് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു ലെയർ ആയിട്ടുള്ള ഒരു ഹാർട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ഫ്രെയിമിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡ് ഹാർട്ട് എടുത്തിട്ട് അതിൽ വൈറ്റ് പെൻ വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് വരച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഹാർട്ട് കട്ട് ചെയ്തെടുത്താലും മതി. എനിക്ക് നമ്മുടെ 3 ഹാർട്ട്സിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഹാർട്ടാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു ഹാർട്ടും കൂടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രെയിംസ് എല്ലാം ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ഈ ഫ്രെയിംസ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ സെറ്റ് ചെയ്താലും ഇത് ഈ സെറ്റിക്കായിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വാളിൽ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്യാനായിട്ട് ഡബിൾ ടേപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. എൻ്റെ ഡെസ്കിൻ്റെ മുമ്പിലുള്ള ആ ഒരു വാളിലാണ് ഞാനിത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബിങ് ചെയ്യുക.